ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 73-ാം ദിവസം, രണ്ടാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പ്. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 26-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം, 111-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് ഓരോ ഗോത്രത്തിൻ്റെയും വലിപ്പമറിഞ്ഞ് ദേശം വീതം ചെയ്യാനായി ഇസ്രായേൽ ജനതയുടെ കണക്കെടുപ്പ് രണ്ടാമതും നടത്തുന്നു. മറ്റ് ജനതകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജനതയാണ് തങ്ങളെന്ന് ഇസ്രായേല്യരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ദൈവിക നിയമങ്ങൾ വീണ്ടും നൽകപ്പെടുകയാണ്. സംഖ്യയുടെ പുസ്തകം 26-ാം അധ്യായം, രണ്ടാമത്തെ ജനസംഖ്യ. കർത്താവ് മോശയോടും പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ എലയാസറിനോടും ഇപ്രകാരം അരുൾ ചെയ്തു: ഇസ്രായേലിൽ സജ്ജരായ 20-ഉം അതിനുമേലും വയസ്സുള്ള ഇസ്രായേലരുടെ സമൂഹം മുഴുവൻ്റെയും അംഗസംഖ്യ അവരുടെ പിതൃഭവനമനുസരിച്ച് നിങ്ങളെടുക്കുവിൻ. മോശയും പുരോഹിതനായ എലയാസറും ജെറീക്കോയുടെ ജോർദാന് ചേർന്നുള്ള മൊവാബ് സമതലത്തിൽ വെച്ച് അവരോട് സംസാരിച്ചു. 20 വയസ്സും അതിനുമേലും എന്നത് കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ചാണ്. ഈജിപ്ത് ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രായേല്യർ. റൂബൻ ഇസ്രായേലിൻ്റെ ആദ്യജാതനായിരുന്നു. റൂബന്യർ ഹനോക്ക് കുടുംബം, ഫല്ലുവിന് ഫല്ലു കുടുംബം, ഹെസ്രോനിന് ഹെസ്രോൻ കുടുംബം, കർമ്മിക്ക് കർമ്മി കുടുംബം. ഇവയായിരുന്നു റൂബൻ കുടുംബങ്ങൾ. അവരുടെ അംഗസംഖ്യ 43,730 ആയിരുന്നു. ഫല്യർ: എലിയാബിൻ്റെ പുത്രന്മാർ നെബുവേൽ, ദാത്താൻ, അബീറാം. ഈ ദാത്താനും അബീറാമും ആയിരുന്നു അവർ കർത്താവിനെതിരായി കലഹിച്ചപ്പോൾ കോറഹിൻ്റെ സമൂഹത്തിൽ മോശയ്ക്കും അഹ്റോനും എതിരായി കലഹിച്ച യോഗപ്രതിനിധികൾ. സമൂഹം ചത്തൊടുങ്ങിയപ്പോൾ ഭൂമി വായു തുറന്ന് ഇവരെയും കോറഹിനെയും വിഴുങ്ങി. അഗ്നി 250 പേരെ ദഹിപ്പിച്ചപ്പോൾ ഇവർ ഒരടയാളമായി തീർന്നു. കോറഹിൻ്റെ പുത്രന്മാർ മരണപ്പെട്ടിരുന്നില്ല. ശിമെയോന്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് നെബുവേലിന് നെബുവേൽ കുടുംബം, യാഹിന് യാഹിൻ കുടുംബം, യാമിന് യാമിൻ കുടുംബം, സേരഹിന് സെർഹിൻ കുടുംബം, ഷാവൂളിന് ഷാവൂൾ കുടുംബം. ഇവയായിരുന്നു ശിമെയോൻ കുടുംബങ്ങൾ. 22,200 പേർ. ഗാദ്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് സെഫോൻ കുടുംബം, ഹഗ്ഗിക്ക് ഹഗ്ഗി കുടുംബം, ഷൂനിന് ഷൂനി കുടുംബം, ഓസ്നിക്ക് ഓസ്നി കുടുംബം, ഏരിക്ക് ഏരി കുടുംബം, ആരോദിന് അരോദ് കുടുംബം, അരേലിക്ക് അരേലി കുടുംബം. ഇവയായിരുന്നു അംഗസംഖ്യ അനുസരിച്ച് ഗാദ്യ കുടുംബങ്ങൾ. 40,500 പേർ. യൂദായുടെ പുത്രന്മാർ ഏരും ഓനാനും കാനാൻ ദേശത്ത് വച്ച് മരിച്ചിരുന്നു. യൂദ്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് ഷേലായ്ക്ക് ഷേല കുടുംബം, പേരസിന് പേരസ് കുടുംബം, സേരഹിന് സർഹി കുടുംബം എന്നിവയായിരുന്നു. പേരസ്യർ ഹെസ്രോൻ കുടുംബം, ഹാമൂലിന് ഹാമൂൽ കുടുംബം എന്നിവയായിരുന്നു. ഇവയായിരുന്നു അംഗി അനുസരിച്ച് യൂദാ കുടുംബം. 76,500 പേർ. ഇസാക്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് തോലായ്ക്ക് തോല കുടുംബം,
പൂവായ്ക്ക് പൂവാ കുടുംബം, യാഷൂബിന് യാഷൂബ് കുടുംബം, ഷിമ്രോന് ഷിമ്രോൻ കുടുംബം. ഇവയായിരുന്നു അംഗസംഖ്യ അനുസരിച്ച് ഇസാക്കർ കുടുംബങ്ങൾ 64,300 പേർ. സെബുലൂന്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് സെരദിന് സെരദ് കുടുംബം, ഏലോന് ഏലോൻ കുടുംബം, യഹ്ലേലിന് യഹ്ലേൽ കുടുംബം. ഇവയായിരുന്നു അംഗസംഖ്യ അനുസരിച്ച് സെബുലൂൺ കുടുംബങ്ങൾ 60,500 പേർ. ജോസഫിൻ്റെ പുത്രന്മാർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് മനാസയും എഫ്രായിമും ആയിരുന്നു. മനാസ്യർ മാഗീർ കുടുംബം. മാഗീർ ഗിലിയാദിനെ ജനിപ്പിച്ചു. ഗിലിയാദിന് ഗിലിയാദ് കുടുംബം. ഗിലിയാദ്യർ ഇവരാണ്. യേസറിന് യേസർ കുടുംബം. ഹേലക്കിന് ഹേലക്ക് കുടുംബം. അസ്രിയേലിന് അസ്രിയേൽ കുടുംബം. ഷെക്കമിന് ഷെക്കേം കുടുംബം. ഷെമിദയ്ക്ക് ഷെമിദ കുടുംബം. ഹെഫറിന് ഹെഫർ കുടുംബം. ഹെഫറിൻ്റെ മകനായ സെലോഫഹാദിന് പുത്രിമാരില്ലാത്ത പുത്രന്മാരായിരുന്നു. സെലോഫഹാദിൻ്റെ പുത്രിമാരുടെ പേരുകൾ മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ ഇവരായിരുന്നു. മനാസയുടെ കുടുംബങ്ങൾ അവരുടെ അംഗസംഖ്യ 52,700. എഫ്രായിമ്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് ഇവരായിരുന്നു. ഷുത്തോലാഹ് കുടുംബം. ബക്കറിന് ബക്കർ കുടുംബം. താഹാൻ കുടുംബം. ഷുത്തേലാഹിയർ ഇവരായിരുന്നു. ഏരാൻ കുടുംബം. ഇവയായിരുന്നു എഫ്രായിമ്യ കുടുംബങ്ങൾ. അവരുടെ അംഗസംഖ്യ അനുസരിച്ച് 32,500 പേർ. ഇവരായിരുന്നു അവരുടെ കുടുംബങ്ങളനുസരിച്ച് ജോസഫിയർ. ബെഞ്ചമിന്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് ബേലായ്ക്ക് ബേലാ കുടുംബം. അഷ്ബേലിന് അഷ്ബേൽ കുടുംബം. അഹിറാമിന് അഹിറാം കുടുംബം. ഷെഫുഫാമിന് ഷെഫുഫാം കുടുംബം. ഹുഫാമിന് ഹുഫാം കുടുംബം. ബേലായുടെ മക്കൾ അർദും നാമാനും. അർദിന് അർദ് കുടുംബം. നാമാൻ കുടുംബം. ഇവരായിരുന്നു അവരുടെ കുടുംബങ്ങളനുസരിച്ച് ബെഞ്ചമിന്യർ. അവരുടെ അംഗസംഖ്യ 45,600. ദാന്യർ അവരുടെ കുടുംബങ്ങൾ അനുസരിച്ച് ഇവരാണ്. ഷൂഹാമിന് ഷൂഹാം കുടുംബം. ഇവരാണ് അംഗസംഖ്യ അനുസരിച്ച് ദാനിൻ്റെ കുടുംബങ്ങൾ. ഷൂഹാം കുടുംബങ്ങൾ അവരുടെ അംഗസംഖ്യ അനുസരിച്ച് ആകെ 64,400. ആഷേർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് ഇംനായ്ക്ക് ഇംന കുടുംബം. ഇഷ്വിക്ക് ഇഷ്വി കുടുംബം. ബെറിയായ്ക്ക് ബെറിയ കുടുംബം. ബറിയർക്ക് ഹേബറിന് ഹേബർ കുടുംബം. മൽക്കിയേലിന് മൽക്കിയേൽ കുടുംബം. ആഷേറിൻ്റെ പുത്രിയുടെ പേര് സേറ. ഇവയാണ് അംഗസംഖ്യ അനുസരിച്ച് ആഷേര്യരുടെ കുടുംബങ്ങൾ 53,400 പേർ. നഫ്താല്യർ അവരുടെ കുടുംബങ്ങളനുസരിച്ച് എക്സേലിന് എക്സേൽ കുടുംബം. ഗൂനിക്ക് ഗൂനി കുടുംബം. യേസറിന് യേസർ കുടുംബം. ഷില്ലമിന് ഷില്ലേം കുടുംബം. ഇവയായിരുന്നു അവരുടെ കുടുംബങ്ങളനുസരിച്ച് നഫ്താലി കുടുംബങ്ങൾ. അവരുടെ അംഗസംഖ്യ 45,400. ഇതായിരുന്നു ഇസ്രായേല്യരുടെ അംഗസംഖ്യ 6,01,730. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇവർക്ക് ആളുകളുടെ എണ്ണമനുസരിച്ച് ദേശം അവകാശമായി വീതിക്കപ്പെടണം. വലുതിന് അതിൻ്റെ അവകാശം നീ വർദ്ധിപ്പിക്കണം, ചെറുതിന് അതിൻ്റെ അവകാശം നീ കുറയ്ക്കണം. ഓരോന്നിനും അംഗബലമനുസരിച്ച് അതിൻ്റെ അവകാശം നൽകപ്പെടണം. ദേശം നറുക്കുവഴി മാത്രമേ വിധിക്കപ്പെടാവൂ. അവർ തങ്ങളുടെ പിതൃഗോത്ര നാമങ്ങൾ അനുസരിച്ച് അവകാശപ്പെടുത്താവൂ. വലുതിനും ചെറുതിനുമിടയിൽ അതതിൻ്റെ അവകാശം നറുക്കനുസരിച്ച് വീതിക്കപ്പെടണം. ലേവായ അംഗസംഖ്യ അവരുടെ കുടുംബങ്ങളനുസരിച്ച് ഇവയാണ്: ഗർഷോന് ഗർഷോൻ കുടുംബം. കോഹാത്തിന് കോഹാത്ത് കുടുംബം. മെറാറിക്ക് മെറാറി കുടുംബം. ലേവിയുടെ കുടുംബങ്ങൾ ഇവയാണ്: ലിബിനി കുടുംബം, ഹെബ്രോൻ കുടുംബം, മഹ്ലി കുടുംബം, മൂഷി കുടുംബം, കോറഹ് കുടുംബം. കോഹാത്ത് അമ്രാമിനെ ജനിപ്പിച്ചു. അമ്രാമിൻ്റെ ഭാര്യയുടെ പേര് യോക്കേബേദ്. അവൾ ലേവിയുടെ പുത്രിയായിരുന്നു. ഈജിപ്തിൽ വെച്ച് ലേവിക്ക് അവൾ ജനിച്ചു.
അമ്രാമിന് അവൾ അഹ്റോനെയും മോശയെയും അവരുടെ സഹോദരി മിരിയാമിനെയും പ്രസവിച്ചു. അഹ്റോന് നാദാബ്, അബിഹു, എലയാസർ, ഇത്താമർ എന്നിവർ ജനിച്ചു. നാദാബും അബിഹുവും കർത്തൃസന്നിധിയിൽ നിഷേധാഗ്നി അർപ്പിച്ചതുവഴി മരിച്ചു. അവരുടെ, അതായത് 1 മാസം മുതൽ മുകളിലേക്ക് പ്രായമുള്ള എല്ലാ പുരുഷന്മാരുടെയും അംഗസംഖ്യ 23,000 ആയിരുന്നു. ഇസ്രായേലരുടെ ഇടയിൽ അവർ എണ്ണപ്പെടുകയോ ഇസ്രായേലരുടെ ഇടയിൽ അവർക്ക് അവകാശം നൽകപ്പെടുകയോ ചെയ്തില്ല. ജെറീക്കോയുടെ ജോർദാന് അരികെയുള്ള മോവാബ് സമതലങ്ങളിൽ വെച്ച് ഇസ്രായേല്യരെ എണ്ണിത്തിട്ടപ്പെടുത്തിയ മോശയുടെയും പുരോഹിതനായ എലയാസറിൻ്റെയും കനേഷുമാരികളാണിവ. എന്നാൽ സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേല്യരെ എണ്ണിത്തിട്ടപ്പെടുത്തിയ മോശയുടെയും പുരോഹിതനായ അഹ്റോൻ്റെയും കാനേഷുമാരികളിൽ നിന്ന് ഒരാളും ഇവയിൽ ഉൾപ്പെട്ടിരുന്നില്ല. എന്തെന്നാൽ അവർ മരുഭൂമിയിൽ വെച്ച് തീർച്ചയായും മരിക്കുമെന്ന് കർത്താവ് അവരോട് അരുൾ ചെയ്തിരുന്നു. യെഫുന്നയുടെ മകൻ കാലബും നൂനിൻ്റെ മകൻ ജോഷുവയും ഒഴികെ അവരിൽ നിന്ന് ഒരാളും അവശേഷിച്ചിരുന്നില്ല. നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം. നിയമങ്ങൾ രേഖപ്പെടുത്തുന്നു. മോശയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും ജനത്തോട് ഇപ്രകാരം കൽപ്പിച്ചു: ഞാനിന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളെല്ലാം പാലിക്കുവിൻ. നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്തായിരിക്കുന്ന നാളിൽ നീ വലിയ ശിലകൾ സ്ഥാപിച്ച് അവ കുമ്മായം പൂശണം. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് തരുന്ന പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പ്രവേശിക്കാനായി നീ കടക്കുമ്പോൾ നീ ഈ നിയമത്തിലെ വാക്കുകളെല്ലാം നീ അവയിൽ എഴുതണം. നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്ന ഈ ശിലകൾ ഏബാൽ പർവ്വതത്തിൽ സ്ഥാപിച്ച് അവ കുമ്മായം പൂശണം. അവിടെ നിൻ്റെ ദൈവമായ കർത്താവിന് നീ ഒരു ബലിപീഠം, കല്ലുകൊണ്ടുള്ള ബലിപീഠം പണിയണം. അതിന്മേൽ ഇരുമ്പ് പായിക്കരുത്. ചെത്തിയൊരുക്കാത്ത കല്ലുകൾ കൊണ്ടാണ് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠം പണിയേണ്ടത്. അതിന്മേൽ നിൻ്റെ ദൈവമായ കർത്താവിന് നീ ഹോമയാഗങ്ങൾ അർപ്പിക്കണം. സമാധാന ബലികൾ നീ അർപ്പിക്കുകയും അവിടെ വെച്ച് ഭക്ഷിച്ച് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുകയും വേണം. ആ കല്ലുകളിന്മേൽ ഈ നിയമത്തിൻ്റെ എല്ലാ വാക്കുകളും സൂക്ഷ്മമായും വ്യക്തമായും നീ എഴുതണം. മോശയും ലേവായ പുരോഹിതരും ഇസ്രായേൽ മുഴുവനോടും ഇപ്രകാരം പ്രസ്താവിച്ചു: ഇസ്രായേലെ, നിശബ്ദമായി കേൾക്കുക. ഇന്ന് നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ജനമായി തീർന്നിരിക്കുന്നു. ആകയാൽ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം കേൾക്കുകയും ഞാനിന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്യുക. ശാപപ്രഖ്യാപനങ്ങൾ. അന്ന് തന്നെ മോശ ജനത്തോട് ഇപ്രകാരം കൽപ്പിച്ചു: നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ശിമിയോൻ, ലേവി, യൂദ, ഇസാക്കർ, ജോസഫ്, ബെഞ്ചമിൻ എന്നിവർ ഗെരിസീം മലയിൽ നിൽക്കണം. റൂബൻ, ഗാദ്, ആഷേർ, സെബുലൂൻ, ദാൻ, നഫ്താലി എന്നിവർ ഏബാൽ മലയിൽ ശാപത്തിനായും നിൽക്കണം. അപ്പോൾ ലേവായർ ഓരോ ഇസ്രായേൽക്കാരനോടും ഉച്ചസ്വരത്തിൽ മറുപടിയായി പറയണം: ശില്പിയുടെ കരവേലയായി കർത്താവിന് നിന്ദ്യമായ വിഗ്രഹമോ വാർപ്പുരൂപമോ ഉണ്ടാക്കി രഹസ്യത്തിൽ വയ്ക്കുന്നയാൾ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം പ്രതിവചനമായി പറയണം: ആമേൻ. പിതാവിനെയോ മാതാവിനെയോ അവമതിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. തൻ്റെ അയൽക്കാരൻ്റെ അതിർത്തി മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. പ്രവാസി, അനാഥൻ, വിധവ എന്നിവരുടെ ന്യായം അട്ടിമറിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. സ്വപിതാവിൻ്റെ ഭാര്യയോടുകൂടി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. എന്നാൽ തൻ്റെ പിതാവിൻ്റെ ഉടയാടെയാണ് അവൻ അനാവരണം ചെയ്യുന്നത്. ജനമെല്ലാം പറയണം: ആമേൻ. ഏത് മൃഗത്തോടും കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. തൻ്റെ പിതാവിൻ്റെ മകളോ മാതാവിൻ്റെ മകളോ ആയ സഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. അമ്മായിയമ്മയോടുകൂടി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. തൻ്റെ അയൽക്കാരനെ രഹസ്യത്തിൽ വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. രക്തപാതകിയല്ലാത്തവനെ ഹനിക്കാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. ഈ നിയമത്തിൻ്റെ വാക്കുകൾ അനുഷ്ഠിക്കേണ്ടതിന് അവ മുറുകെ പിടിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. സങ്കീർത്തനങ്ങൾ 111.
സ്മരണീയമായ വിസ്മയ കൃത്യങ്ങൾ. ഹല്ലേലൂയ. സത്യസന്ധരുടെ സദസ്സിലും സമൂഹത്തിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ ഏറ്റുപറയും. കർത്തൃപ്രവർത്തികൾ മഹനീയങ്ങളാണ്. അവയോട് ഇഷ്ടമുള്ള എല്ലാവരും തിരിയുന്നതാണവ. അവിടുത്തെ കൃത്യം പ്രതാപവും പ്രാഭവവും നിറഞ്ഞതാണ്. അവിടുത്തെ നീതി നിത്യം നിലനിൽക്കുന്നു. തൻ്റെ വിസ്മയകൃത്യങ്ങൾ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് ദയാലുവും ആർദ്രനുമാണ്. തന്നെ ഭയപ്പെടുന്നവർക്ക് അവിടുന്ന് ഭോജ്യം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി അനുസ്മരിക്കുന്നു. ജനതകളുടെ അവകാശം തൻ്റെ ജനത്തിന് നൽകേണ്ടതിന് തൻ്റെ പ്രവൃത്തികളുടെ ശക്തി അവിടുന്ന് അവർക്ക് വ്യക്തമാക്കി. അവിടുത്തെ കരവേലകൾ സത്യവും ന്യായവുമാണ്. അവിടുത്തെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യമാണ്. സത്യത്തിലും പരമാർത്ഥതയിലും പാലിക്കപ്പെടുന്നവ അവ എന്നേക്കും നിത്യമായി പിന്തുണയ്ക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തിന് പരിത്രാണം വെച്ച് നീട്ടി. അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി അനുശാസിച്ചു. പരിശുദ്ധവും ഭീതിതവുമാണ് അവിടുത്തെ നാമം. ജ്ഞാനത്തിൻ്റെ ആരംഭം കർത്തൃഭയമാണ്. അവ പരിശീലിക്കുന്ന എല്ലാവർക്കും സുബുദ്ധിയുണ്ട്. അവിടുത്തെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു.